1 ലക്ഷത്തിൽ താഴെ വോട്ടർമാർ, 27 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, 5 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 6 നഗരസഭാ വാർഡുകൾ, 1 കോർപ്പറേഷൻ വാർഡ്. സാധാരണഗതിയിൽ ചർച്ച ചെയ്യാൻ തക്ക വലുപ്പമൊന്നും ഈ തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് നടന്ന രാഷ്ട്രീയ സാഹചര്യം അസാധാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ 14 ജില്ലകളിലെ 39 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ രാഷ്ട്രീയ കേരളം അതീവ ശ്രദ്ധയോടെ ഉറ്റുനോക്കി. കാരണം പിണറായി സർക്കാരും കേരളത്തിലെ ഇടതുപക്ഷവും സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ 1 ലക്ഷത്തോളം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയത്. ശബരിമല പ്രശ്നങ്ങൾക്കിടെയുള്ള ആദ്യ രാഷ്ട്രീയ ബലാബലത്തിൽ അങ്ങനെ LDFന് നേട്ടം. 39 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 22 സീറ്റിലും ഇടതുമുന്നണി ജയിച്ചു. UDFന് 12 സീറ്റിൽ മാത്രം ജയം. BJPക്കും SDPIക്കും 2 സീറ്റുകളിൽ ജയം. തികച്ചും പ്രാദേശികമായ തെരഞ്ഞെടുപ്പാണ്. പ്രാദേശിക സൗഹൃദങ്ങളും ബന്ധങ്ങളും സാഹചര്യങ്ങളുമൊക്കെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് തീരുമാനിക്കുക. എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യം വ്യത്യസ്തമായിരുന്നു. 39 വാർഡുകളിലും പൊതുവായ ചിലത് ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ വാർഡുകളിൽ മിക്കതിലും ശബരിമല വിഷയത്തിൽ നാമജപ പ്രതിഷേധങ്ങൾ നടക്കുകയായിരുന്നു. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീം കോടതി വിധിക്കും മല കയറാൻ വരുന്ന സ്ത്രീകളെ തടയുമെന്ന BJP RSS നിലപാടിനും മധ്യേ സംസ്ഥാന സർക്കാർ ആശയക്കുഴപ്പത്തിലായിരുന്നു. ശബരിമലയിൽ പോലീസ് രാജ് നടപ്പാക്കി കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിശ്വാസികളെ ഇല്ലാതാക്കുന്നുവെന്ന കടുത്ത പ്രചാരണങ്ങൾക്കിടയിലാണ് കേരളത്തിലെ 1 ലക്ഷത്തോളം വോട്ടർമാർ ബൂത്തിലേക്ക് നീങ്ങിയത്. ഹൈക്കോടതി പോലും സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ദിനങ്ങൾ. അതുകൊണ്ടാണ് ഒരു സമൂഹം എന്ന നിലയിൽ ശബരിമലയുടെ ആഫ്റ്റർ ഇഫക്റ്റുകൾ മലയാളിയുടെ രാഷ്ട്രീയത്തെയും ജീവിതത്തെയും എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കിയത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശബരിമല എങ്ങനെ പ്രതിഫലിക്കും എന്നതിന്റെ ചെറുതെങ്കിലും വ്യക്തമായ ഒരു സൂചനയായി പലരും ഈ ഉപതെരഞ്ഞെടുപ്പുകളെ കണ്ടിരുന്നു. ചുരുക്കത്തിൽ രാഷ്ട്രീയവും മതവും വിശ്വാസവും ആചാരവുമെല്ലാം കൂടിക്കുഴഞ്ഞ ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ ബൂത്തുകളിലേക്ക് നീങ്ങിയ 1 ലക്ഷത്തോളം മലയാളി വോട്ടർമാരെ ശബരിമല കാര്യമായി ഒന്നും സ്വാധീനിച്ചില്ല എന്ന് തെളിയിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ആദ്യഘട്ട വിശകലനങ്ങൾ. CPMന്റെ പിന്നിൽ നിൽക്കുന്ന മതേതര ഇടതുവിശ്വാസി സമൂഹത്തെ വലുതായൊന്നും സ്വാധീനിക്കാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെങ്കിലും BJPക്ക് കാര്യമായി കഴിഞ്ഞിട്ടില്ല. സിറ്റിംഗ് സീറ്റ് നഷ്ടമായെങ്കിലും UDF സീറ്റുകൾ പിടിച്ച ആശ്വാസത്തിലാണ് BJP. ഇടതുമുന്നണിക്ക് 1 സീറ്റെങ്കിലും കുറഞ്ഞാൽ അത് സർക്കാരിനും CPMനും ഉള്ള തിരിച്ചടിയായി വിലയിരുത്തപ്പെടുമായിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിലാണ് LDF കരുത്ത് തെളിയിച്ചത്. മത്സരം നടന്ന 39 വാർഡുകളിൽ 21 എണ്ണമായിരുന്നു ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നത്. ഫലം വന്നപ്പോൾ 22 സീറ്റിൽ വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ 25ഓളം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ വർഷത്തെ പോളിംഗ് ഇടതുപക്ഷത്തിനായിട്ട് മുന്നണി. മാത്രമല്ല ഹിന്ദു വർഗീയവാദികൾ സംഘപരിവാര ശക്തികൾ വടക്കേ ഇന്ത്യയിലെ പോലെ ശബരിമല വിഷയം പ്രത്യേകമായി എടുത്ത് ഇടതുപക്ഷ മതേതര ശക്തികളെയും നാടിനെ നശിപ്പിക്കാനുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ പരിപൂർണമായി അവർ പരാജയപ്പെട്ടു എന്ന് വേണം ഇതിനോട് കരുതാൻ. അത് തീർത്തും ഈ പഞ്ചായത്തിലെയും കേരളത്തിലെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് 19ാം വാർഡിലെയും അയ്യപ്പ ഭക്തന്മാരുടെ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. 2 സീറ്റ് ലഭിച്ചെങ്കിലും ശബരിമല പ്രതിഷേധം കേന്ദ്രീകരിച്ച പന്തളത്തും പത്തനംതിട്ടയിലും കാര്യമായ പ്രകടനം നടത്താൻ BJPക്കായില്ല. ശബരിമല ചർച്ച ഏറ്റവും സജീവമായിരുന്ന പന്തളത്ത് CPMന്റെ സിറ്റിംഗ് വാർഡ് SDPI പിടിച്ചു. പന്തളം നഗരസഭ കടക്കാട് BJPക്ക് ലഭിച്ചത് 12 വോട്ട്. പത്തനംതിട്ട നഗരത്തിലെ കുലശേഖരപതിയിൽ BJPക്ക് ലഭിച്ചത് 7 വോട്ടും. പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടുള്ള CPMന്റെ വിജയം UDFനെ അമ്പരപ്പെടുത്തുന്നുണ്ട്. 15 സിറ്റിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്ന UDFന് അത് 13ആയി കുറഞ്ഞു. UDFന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ BJP പിടിച്ചെടുത്തു. ആലപ്പുഴ ജില്ലയിലാണ് BJP ജയിച്ച 2 വാർഡുകളും. ആലപ്പുഴ തകഴി പഞ്ചായത്തിലും കാവാലം വടക്കൻ വെളിയനാട്ടും. ഈ 2 ഇടങ്ങളിലും NSSന്റെ സ്വാധീനം കാര്യമായി BJPക്ക് ഗുണം ചെയ്തു എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. ശബരിമല വിഷയമുയർത്തി വോട്ട് രാഷ്ട്രീയത്തിൽ വലിയ ചലനം ഉണ്ടാക്കാൻ കഴിയും എന്ന BJPയുടെ പ്രതീക്ഷ ഉപതെരഞ്ഞെടുപ്പിൽ അത്ര കണ്ട് പ്രതിഫലിച്ചതായി കാണുന്നില്ല.
2 സിറ്റിംഗ് സീറ്റുകൾ BJP പിടിച്ചെടുത്തത് UDF-നെ വലിയ തോതിൽ അങ്കലാപ്പിലാക്കുന്നുമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി, കേരള ഗവൺമെൻറ് നയങ്ങൾക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇനി കൂടുതൽ ജനപിന്തുണ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ജില്ലയിൽ, ഒരു നഗരസഭയിലേക്കും ഒരു ഗ്രാമസഭയിലേക്കും നടന്ന, പഞ്ചായത്തിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ LDF എന്ന പാർട്ടി അതിന്റെ സിറ്റിംഗ് സീറ്റിൽ ആ 2 സ്ഥലത്തും ശബരിമലയുടെ ജില്ലയിൽ 2 സ്ഥലത്തും ഒരിടത്ത് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അവിടെ 2ാം സ്ഥാനം BJP-ക്കാണ്. ഒരു സ്ഥലത്ത് പത്തനംതിട്ട നഗരസഭയിൽ 4ാം സ്ഥാനത്തേക്ക് ദയനീയമായി പിന്തള്ളപ്പെട്ടു വരുമ്പോൾ അവരുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ജനവിധി അവർക്ക് നേരിടേണ്ടി വരുന്നത്. ഇത് ബംഗാളിന്റെ, ത്രിപുരയുടെ ഒരു കാറ്റ് ഇങ്ങോട്ട് വീശുന്നു എന്നുള്ളതിന്റെ തെളിവായി ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ലോക്കൽ ബോഡി ഇലക്ഷനെ കാണുകയാണ്. അല്ല, ഞങ്ങൾക്ക് ആ രൂപത്തിൽ ഒരു നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ സീറ്റ് നിലനിർത്താൻ സാധിച്ചു എന്നതാണ് പരമാർത്ഥം. ഞാൻ പറയാം, അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കും. തീർച്ചയായിട്ടും ആ BJP-ക്ക് ഒരു എഡ്ജ് ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. അത് അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ ഉത്തരവ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. മധ്യകേരളത്തിൽ തൃശൂരും എറണാകുളവുമാണ് വ്യക്തമായും ഇടതുമുന്നണിക്കൊപ്പം നിന്നത്. ശബരിമല തർക്കങ്ങൾ, ധ്രുവീകരണങ്ങളൊക്കെ ശക്തമായി ഉണ്ടായ പ്രദേശമായിരുന്നു മധ്യകേരളം. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഈ വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയായി. മധ്യകേരളത്തിൽ 19 സീറ്റുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. 19 വാർഡുകളിലേക്ക് വരുന്ന സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇതിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിത്രം ഏതാണ്ട് 7 സീറ്റുകളിൽ UDF-ഉം 9 സീറ്റുകളിൽ LDF-ഉമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാന കക്ഷികൾ എടുത്തു പറയുകയാണെങ്കിൽ, പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ഫലത്തിലേക്ക് വരുമ്പോൾ കൂടുതലും LDF-ന് മധ്യകേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു, മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 13 സീറ്റുകളിലേക്ക് LDF എത്തപ്പെട്ടിരിക്കുന്നു. UDF ആകട്ടെ 2 സീറ്റുകളിലേക്ക് പരിമിതപ്പെടുകയും പിന്നീട് BJP, NDA, SDPI, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് M തുടങ്ങിയവ 1 സീറ്റുകൾ വീതം നേടുകയും ഉണ്ടായിരിക്കുന്നു. സാധാരണഗതിയിൽ പ്രാദേശികമായ ചില കാര്യങ്ങളാണ് കൂടുതലായും ഇത്തരം തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമായും ഉയർത്തുക, അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ചർച്ചകളാകും കൂടുതലായും ഉണ്ടാവുക. പക്ഷേ ഇക്കുറി അത് മാറിയിരുന്നു. കാരണം BJP-യുടെയും മറ്റും കൂടുതലായുള്ളൊരു പ്രചാരണ പരിപാടികൾ എന്ന് പറയുന്നത് ശബരിമലയുടെയും മറ്റും നാമജപത്തിൻ്റെയും മറ്റുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളെങ്കിലും അത്തരം പ്രചാരണ പരിപാടികൾ ഇവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ തൃപ്പൂണിത്തുറ അടക്കമുള്ള മേഖലകളിൽ തെരഞ്ഞെടുപ്പിലേക്ക് ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ പ്രതിരോധിക്കാൻ LDF ക്യാമ്പുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. പ്രധാനമായും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വികസന പ്രശ്നങ്ങൾ ഉയർത്തിക്കാണും, വികസന കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അതോടൊപ്പം തന്നെയും ഇത്തരം ഒരു പ്രചാരണ പരിപാടികളെ പ്രതിരോധിക്കാനും LDF-ന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരം ചില പ്രചാരണ പരിപാടികൾ കുറേയെങ്കിലും വിജയകരമായി കണ്ടിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ 2 സീറ്റുകൾ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ BJP-യും NDA-യും ഓരോ സീറ്റുകൾ വീതം നേടുകയുണ്ട്. ആലപ്പുഴയിലായിരുന്നു ഇതിൻ്റെ ഒരു കൂടുതലായി ഇവർ വിതച്ചത് കൊയ്തു എന്ന് പറയാൻ കഴിയുന്നൊരിടം ആലപ്പുഴയാണ്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ 5 സീറ്റുകൾ LDF നേടിയെടുത്തു. അതോടൊപ്പം തന്നെ തൃശ്ശൂരും 5 സീറ്റ് LDF പൂർണ്ണമായി തന്നെ നേടിയെടുത്തു. തൃശ്ശൂരിൽ നിന്ന് 1 സീറ്റ് നേരത്തെ BJP-യുടെ കൈവശമുണ്ടായ 1 സീറ്റ് പിടിച്ചെടുക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ പഴയതുപോലെ തന്നെ അവസ്ഥ തുടർന്നു. 2 സീറ്റുകൾ LDF-നും 1 സീറ്റ് UDF-നും എന്ന രീതിയിൽ തന്നെ തുടരുകയുമുണ്ടായി. എന്തായാലും മധ്യ കേരളത്തിൽ പ്രചാരണ പരിപാടികൾ ഒരുപക്ഷെ BJP ഉദ്ദേശിച്ച രീതിയിൽ പോലെ ഫലം കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. LDF ഉയർത്തിയ വാദങ്ങൾ ശരിവെക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നു. LDF-ന് മികച്ച രീതിയിലേക്ക് വിജയം നേടിയെടുക്കാനും ഇവിടെ കഴിഞ്ഞു. ഈ വലിയ വിവാദങ്ങൾക്കിടയിലും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എറണാകുളത്തെ 5 വാർഡും LDF ലഭിച്ചു. ശബരിമല വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചയായ തൃപ്പൂണിത്തുറ, മാരാംകുളങ്ങരയിൽ UDF-ൽ നിന്ന് ഇടതുമുന്നണി സീറ്റ് പിടിച്ചെടുത്തു. കൂടാതെ വടക്കേക്കര പഞ്ചായത്തിലെ വാർഡും കോട്ടുവള്ളി പഞ്ചായത്തിലെ ചെറിയപള്ളി വാർഡും UDF-ൽ നിന്നും ഇടതുമുന്നണി പിടിച്ചെടുത്തു. ഏലംകുന്നപ്പുഴ പഞ്ചായത്ത് വാർഡ് LDF നിലനിർത്തി. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാവക്കാട് വാർഡും LDF നിലനിർത്തി. കോൺഗ്രസിന് ശക്തമായ തിരിച്ചടി ഉണ്ടായത് ആലപ്പുഴയിലാണ്. BJP-ക്ക് കാര്യമായ നേട്ടമുണ്ടായതും ആലപ്പുഴയിൽ തന്നെ. തകഴി പഞ്ചായത്ത് കുന്നവം വാർഡ് UDF-ൽ നിന്നും BJP പിടിച്ചെടുത്തു.
കാവാലം പഞ്ചായത്ത് വടക്കൻ വെളിയനാട് വാർഡ് UDF-ൽ നിന്ന് BJP പിടിച്ചെടുത്തു. ഈ രണ്ടിടങ്ങളിലും NSSന്റെ നിലപാട് BJPക്ക് വലിയ തോതിൽ ഗുണകരമായി എന്ന് വിലയിരുത്തപ്പെടുന്നു. പുന്നപ്ര തെക്കു പഞ്ചായത്ത് പവർ ഹൗസ് വാർഡ് SDPI നിലനിർത്തി. തകഴി വേഴിപ്പുറം വാർഡ് UDF-ഉം നിലനിർത്തി. കോട്ടയത്ത് ഒരിടത്ത് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോട്ടയം രാമപുരം പഞ്ചായത്തിലെ വാർഡിൽ കേരള കോൺഗ്രസ് ജയിച്ചു. ഇടുക്കിയിലേക്ക് വന്നാൽ 3 ഇടങ്ങളിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരിടത്ത് കോൺഗ്രസിന് നേട്ടമുണ്ടായി. അടിമാലി പഞ്ചായത്തിലെ തലമാലി വാർഡ് കോൺഗ്രസ് നിലനിർത്തി. കുടയത്തൂർ പഞ്ചായത്തിലെ വാർഡിൽ CPI സ്വതന്ത്രനാണ് വിജയിച്ചത്. കൊന്നത്തടി പഞ്ചായത്തിലെ കൊന്നത്തടി മുനിയറ വാർഡ് LDF-ൽ നിന്നും UDF പിടിച്ചെടുത്തു. ശബരിമല വിഷയം BJP വലിയ തോതിൽ ഉയർത്തിയ തൃശൂരിൽ ഇടതു മുന്നേറ്റമാണ് പ്രകടമായത്. തൃശൂരിലെ 5 വാർഡും LDF-ന് ലഭിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ പള്ളം വാർഡ് BJP-യിൽ നിന്നും ഇടതുമുന്നണി പിടിച്ചെടുത്തു. കടവല്ലൂർ പഞ്ചായത്ത് വാർഡ് LDF നിലനിർത്തി. ചേലക്കര വെങ്ങാനൂർ നോർത്ത് വാർഡും LDF നിലനിർത്തി. വള്ളത്തോർ നഗർ യത്തീംഖാന വാർഡ് LDF നിലനിർത്തി. ഇരിങ്ങാലക്കുട നഗരസഭ ബംഗ്ലാ വാർഡ് LDF നിലനിർത്തി. തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രാദേശിക വിഷയങ്ങളോടൊപ്പം തന്നെ വിശ്വാസ ആചാര വിവാദങ്ങളും സജീവ ചർച്ചയായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ 6 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നേരത്തെ കക്ഷിനില UDF 3, LDF 3 എന്നിങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി UDF-ന് 3 സീറ്റും LDF, SDPI എന്നിവർ ഓരോ സീറ്റിലും, സ്വതന്ത്രൻ അതായത് കോൺഗ്രസ് വിമതൻ മറ്റൊരിടത്തും ജയിച്ചു. ഇങ്ങനെയാണ് പുതിയ കക്ഷിനില. തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രചരണമായത് പ്രാദേശിക വികസന പ്രശ്നങ്ങൾക്കപ്പുറം ശബരിമല വിഷയങ്ങളാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കിണവൂർ വാർഡ്, അതിയന്നൂർ പഞ്ചായത്തിലെ നെല്ലിമൂട് വാർഡ്, അതോടൊപ്പം തന്നെ ബാലരാമപുരം പഞ്ചായത്തിലെ പാലച്ചക്കോണം വാർഡ് എന്നിവിടങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ഇതിൽ 2 ഇടത്ത് UDF-ന് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനായി. ഒരിടത്ത് നെല്ലിമൂട് UDF സീറ്റ് LDF പിടിച്ചെടുക്കുകയും ചെയ്തു. ഇവിടങ്ങളിലെല്ലാം BJPക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കിണവൂർ വാർഡ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. പക്ഷേ അപ്പോഴും അവിടെ BJP സജീവ പ്രചരണ വിഷയമാക്കിയത് ശബരിമല വിഷയം തന്നെയാണ്. ശബരിമലയിലെ നിയന്ത്രണങ്ങളും പോലീസ് നടപടികളും ഒക്കെയാണ് ഭവന സന്ദർശനങ്ങളിലും വാഹന പ്രചരണ ജാഥകളിലുമെല്ലാം തന്നെ BJP ചർച്ചയാക്കിയത്. പക്ഷേ അവിടെ കാര്യമായ നേട്ടം BJPക്ക് ഉണ്ടാക്കാനായില്ല എന്നതാണ് ശ്രദ്ധേയം. 868 വോട്ടുകളായിരുന്നു കിണവൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത്. ഇത്തവണ അത് 1120 ഉയർത്താൻ സാധിച്ചു. വോട്ടുകളിൽ വ്യത്യാസം വരുത്താൻ സാധിച്ചു. പക്ഷേ അപ്പോഴും അത് വിജയത്തിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. അതിയന്നൂരും അതോടൊപ്പം തന്നെ അതിയന്നൂരിലെ നെല്ലിമൂട് വാർഡിലും അതോടൊപ്പം തന്നെ പാലച്ചക്കോണം വാർഡിലും BJPക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളിലാണ്. ഇവിടെയും പ്രാദേശിക വികസന പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ ശബരിമലയും ചർച്ചയായി. പക്ഷേ അപ്പോഴും അവിടെയും വിജയത്തിലേക്ക് എത്താൻ BJPക്ക് കഴിഞ്ഞില്ല. കോൺഗ്രസ് ആകട്ടെ ആദ്യഘട്ടത്തിൽ ശബരിമല വിഷയത്തിൽ വലിയ തോതിൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. പരസ്യമായി രംഗത്തിറങ്ങാത്ത കോൺഗ്രസ് BJPയുടെ കൊടിപിടിച്ചുള്ള സമരത്തിന് കൊടിപിടിക്കാതെ പിന്തുണ കൊടുക്കുന്നു എന്നായിരുന്നു വിമർശനം. ഈ വിമർശനങ്ങളെല്ലാം തന്നെ CPM-ഉം അവിടെ പ്രചരണ രംഗത്ത് വിഷയമാക്കി. പക്ഷേ UDF-ന് കാര്യമായ പരിക്കുകൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായില്ല എന്ന് തന്നെ പറയണം. കൊല്ലം ജില്ലയിലെ വിളക്കുടി കുന്നിക്കോട് വടക്ക് വാർഡ് UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തു. പത്തനംതിട്ടയിലാണ് മറ്റ് ശ്രദ്ധേയമായ മത്സരം നടന്നത്. പ്രചരണത്തിലുടനീളം ശബരിമല സജീവ ചർച്ചയായതും പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ കുലശേഖരപതി വാർഡിലും അതോടൊപ്പം തന്നെ പന്തളത്തെ കടക്കോട് വാർഡിലുമാണ്. പത്തനംതിട്ടയിൽ കുലശേഖരപതിയിൽ കോൺഗ്രസ് വിമതനാണ് ജയിച്ചത്. പക്ഷേ കടക്കോട് വാർഡിൽ CPM-ൽ നിന്ന് SDPI പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടെയും BJP ഉയർത്തിക്കൊണ്ടുവന്ന പ്രചരണ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അത് വോട്ടായി മാറിയില്ല എന്നതാണ് ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തിരുവനന്തപുരത്ത് നേട്ടം ഇടതുമുന്നണിക്കാണ്. അതിയന്നൂർ പഞ്ചായത്ത് നെല്ലിമൂട് വാർഡ് UDF-ൽ നിന്ന് ഇടതുമുന്നണി പിടിച്ചെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കിണവൂർ വാർഡ് UDF നിലനിർത്തി. ബാലരാമപുരം പഞ്ചായത്തിലെ പാലച്ചക്കോണം വാർഡും UDF നിലനിർത്തി. ബാലരാമപുരം പഞ്ചായത്തിൽ പാലച്ചക്കോണം 12ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ശ്രീ നന്ദൻകുഴി രാജൻ വൻപിച്ച ഭൂരിപക്ഷത്തോടെയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചതിനേക്കാൾ 10 ഇരട്ടി
കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് നൽകിയത്. ഞങ്ങളുടെ ഒത്തൊരുമയും കൂട്ടായ പ്രവർത്തനവും മാത്രമല്ല, സംസ്ഥാനത്തുണ്ടായ പ്രശ്നത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് വിശ്വാസികൾക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് പ്രഖ്യാപനമാണ് ജനങ്ങൾ തോളിലേറ്റി അത് വോട്ടായി ശ്രീ രാജനെ വിജയിപ്പിച്ചു എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. കൊല്ലത്ത് നേട്ടം കോൺഗ്രസിനാണ്. വിളക്കുടി പഞ്ചായത്തിലെ കുന്നിക്കോട് വാർഡ് LDF നിന്നും UDF ഇത്തവണ പിടിച്ചെടുത്തു. ശബരിമല വിഷയം ഏറെക്കുറെ സജീവമായി നിന്ന പത്തനംതിട്ടയിൽ SDPI വിജയിച്ചു. പത്തനംതിട്ട നഗരസഭയിൽ LDFന്റെ സിറ്റിംഗ് സീറ്റാണ് SDPI പിടിച്ചെടുത്തത്. വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ വടക്കൻ കേരളത്തിലും പ്രചാരണ കാലയളവിൽ വിവാദങ്ങൾ സജീവമായിരുന്നു. പ്രാദേശിക പ്രശ്നങ്ങൾക്കപ്പുറം ശബരിമല പലയിടത്തും സജീവ ചർച്ചയാവുകയും ചെയ്തു. ശബരിമലയെ മുൻനിർത്തി പ്രക്ഷോഭങ്ങൾക്കും പ്രചാരണങ്ങൾക്കും സാക്ഷിയായ മണ്ണാണ് വടക്കൻ കേരളവും. ശബരിമല രാഷ്ട്രീയത്തിൽ വടക്കൻ കേരളം ആർക്കൊപ്പം നിന്നുവെന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരമില്ല. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും നേട്ടമോ കോട്ടമോ ഇല്ല. ശബരിമലയിൽ രാഷ്ട്രീയ പരീക്ഷണത്തിനിറങ്ങിയ BJPക്ക് പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും വോട്ട് ചോർച്ചയുണ്ടായി. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുന്നണി ബലാബലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിലും എടുത്തു പറയേണ്ട ചിലതുണ്ട്. കാസർഗോഡ് കയ്യൂർ ചീമേനി ചെറിയാക്കര വാർഡ് LDF നിലനിർത്തി. ഇവിടെ BJP 3-ാം സ്ഥാനത്താണ്. നേരത്തെ 2-ാം സ്ഥാനത്തായിരുന്നു ഇവിടെ BJP. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 231 വോട്ടാണ് BJPക്ക് കിട്ടിയത്. ഇത്തവണ 143 വോട്ടായി ചുരുങ്ങി. ബേദടുക്ക ഭീമുങ്കൽ വാർഡ് LDF നിലനിർത്തി. പാലക്കാട്ടെ തൃത്താല ബ്ലോക്ക് കോതച്ചിറ വാർഡ് LDF നിലനിർത്തി. ഇവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. എങ്കിലും ഇടതുപക്ഷം ലീഡ് കൂട്ടി. പുതുപ്പരിയാരം പഞ്ചായത്ത് വാർഡ് LDF നിലനിർത്തുകയും ചെയ്തു. മലപ്പുറത്തേക്ക് വന്നാൽ മലപ്പുറം അമരമ്പലം പഞ്ചായത്ത് ഉപ്പുവള്ളി വാർഡ് UDF നിന്നും LDF പിടിച്ചെടുത്തു. വളാഞ്ചേരി നഗരസഭ മീമ്പാറ വാർഡ് മുസ്ലിം ലീഗ് നിലനിർത്തി. വാട്ടാക്കുളം പഞ്ചായത്ത് മേൽമുറി വാർഡ് LDFും നിലനിർത്തി. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് മുസ്ലിം ലീഗ് നിലനിർത്തി. കോഴിക്കോട്ട് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പാലേരി വാർഡ് LDF നിലനിർത്തി. ഇവിടെ ഇടതുപക്ഷത്തിൽ ലീഡ് കാര്യമായി കൂടുകയും ചെയ്തു. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി ഭരണമാറ്റം ഉണ്ടായേക്കാവുന്ന ഒരിടമാണ് വയനാട്. വയനാട് സുൽത്താൻ ബത്തേരി നഗരസഭ കരുവള്ളിക്കുന്ന് വാർഡ് LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തു. ഇതോടെ സുൽത്താൻ ബത്തേരി നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായേക്കും. UDFന്റെ ഈ ജയത്തോടെ ഇരു മുന്നണികളുടെയും സീറ്റ് 17-17ആയി. ഒരു സീറ്റ് BJPക്കും. നിലവിൽ ഇടതുഭരണം ഉള്ള ഇവിടെ ഇനി ആര് ഭരിക്കുന്നു എന്നത് കണ്ടറിയണം. കണ്ണൂരിൽ ന്യൂമാഹി പഞ്ചായത്ത് ചാവേക്കുന്ന് വാർഡ് മുസ്ലിം ലീഗ് നിലനിർത്തി. പന്ന്യന്നൂർ പഞ്ചായത്ത് കോട്ടക്കുന്ന് വാർഡ് LDFും നിലനിർത്തി. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വൻകുളത്തുവലിൽ LDFനാണ് വിജയം. അധികാരത്തിലെത്തിയ ശേഷം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിക്കിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേടിയത് മധുരമുള്ള വിജയം. തിരിച്ചടി ഉണ്ടായില്ല എന്നു മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ വിജയം മറികടക്കാനുമായി. അപ്പോഴും LDFനെയും CPMനെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില ഫലങ്ങളുമുണ്ടായി. പന്തളത്ത് സിറ്റിംഗ് സീറ്റ് SDPIക്ക് അടിയറ വെച്ച് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വയനാട്ടിൽ കരുവള്ളിക്കുന്ന് സിറ്റിംഗ് സീറ്റ് നഷ്ടമായത് നഗരസഭയിലെ ഭരണത്തിന് തന്നെ ഭീഷണിയാവും. ഇടുക്കി ജില്ലയിലെ കൈപ്പറ്റ വാർഡിൽ CPI സ്വതന്ത്രനോട് തോറ്റത് ഈ വിജയങ്ങൾക്കിടയിലും CPMന് വലിയ ക്ഷീണമാവും. അതേസമയം നാമജപ പ്രതിഷേധം ശക്തമായിരുന്ന തൃപ്പൂണിത്തുറയിലെ വിജയം CPMന് വലിയ ആശ്വാസവുമാണ്. UDF ശക്തികേന്ദ്രമായ എറണാകുളം ജില്ലയിൽ 5ഇടത്തും ഇടതുമുന്നണി ജയിച്ചതും വലിയ നേട്ടമായി തന്നെ CPM ഉയർത്തിക്കാട്ടും. തൃശൂരിൽ BJPയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനുമായി എന്നതും നേട്ടമായി തന്നെ കാണാം. ശബരിമല പ്രതിഷേധവും സർക്കാരിനെതിരെയുള്ള വികാരവും UDFന് ഗുണം ചെയ്തില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആദ്യ വിശകലനം. ശബരിമല വിവാദത്തിൽ വലിയ നേട്ടം പ്രതീക്ഷിച്ചിരുന്ന BJPക്ക് പ്രതീക്ഷിച്ചത്ര നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഈ ഘട്ടത്തിൽ ഒരു തിരിച്ചടി തന്നെയാണ്. ആലപ്പുഴയിൽ UDF വാർഡുകൾ നേടിയ അട്ടിമറി വിജയം മാത്രമാണ് തൽക്കാലം BJPക്ക് ആശ്വാസം നൽകുന്നത്. ഈ ജനവിധിയെ ഇങ്ങനെ ചുരുക്കി പറയാം: വിശ്വാസവും ആചാരവും സംബന്ധിച്ചുള്ള വിവാദങ്ങൾ കത്തി നിൽക്കുന്ന കാലത്ത് ജനം വിധി എഴുതി. വിശ്വാസം വേറെ, രാഷ്ട്രീയം വേറെ എന്ന്.